Give the location of the center of mass of a sphere, cylinder, ring and tube, each of uniform mass density. Does the center of mass of a body necessarily lie inside the body? ഈ ക്വസ്റ്റനിൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സ്ഫിയർ എന്താണ്? ക്ലിയർലി ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. ഫസ്റ്റ് ഫിഗറിൽ സ്ഫിയർ കാണിച്ചിട്ടുണ്ട്, ഒരു സോളിഡ് സ്ഫിയർ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ആണ് സെൻറ്റർ ഓഫ് മാസ്, അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സിലിണ്ടറിന്റെ സെൻറ്റർ ഓഫ് മാസ് ക്ലിയർ ആയിട്ടും അതിൻ്റെ ആക്സിസിന്റെ സെൻറ്റർ ആണ്, അത് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. റിങ്ങിന്റെ സെൻറ്റർ ഓഫ് മാസ് അടുത്ത ഫിഗർ കാണിക്കുന്നു. അത് ആ സർക്കുലർ ആയിട്ടുള്ള റിങ്ങിന്റെ സെന്റർ തന്നെയാണ്. സെന്റർ ഓഫ് മാസ് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, കാണിച്ചിട്ടുണ്ട്. അടുത്തത് ക്യൂബ് ആണ്. ക്യൂബിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിന്റെ ഒത്ത സെന്റർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡയഗണൽസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഒരു ക്യൂബിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽസിന്റെ സെന്റർ ആണ്. അവിടെ കാണിച്ചിട്ടുണ്ട് സെന്റർ ഓഫ് മാസ്, ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ലൊക്കേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സ്ഫിയറിന്റെ സെന്ററിലായിരിക്കും, സിലിണ്ടറിന്റെ അതിന്റെ ആക്സിന്റെ സെന്ററിലായിരിക്കും, റിങ്ങിന്റെ അതുപോലെ തന്നെ അതിന്റെ സെന്ററിലായിരിക്കും, ക്യൂബിന്റെ അതിന്റെ സെന്ററിലായിരിക്കും. അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ കേസ് പ്രത്യേകത ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഡസ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി നെസസറിലി ലൈ ഇൻസൈഡ് ദ ബോഡി? ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസ് ആ ബോഡിക്ക് അകത്ത് തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ ആൻസേഴ്സ് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് സ്ഫിയർ നോക്കി, സ്ഫിയറിന്റെ കേസിൽ അതൊരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് അതിന്റെ മെറ്റീരിയലിന് വെളിയിലാണ്. മെറ്റീരിയൽ ഷെല്ല് പോലെ ഇതിന്റെ സർഫസിൽ മാത്രമാണ്. അതിന്റെ ഔട്ടർ സ്ഫിയറിലും സ്ഫെറിക്കൽ ആയിട്ടുള്ള പോർഷൻ ഉണ്ട്. ആ സ്ഫെറിക്കൽ ആയിട്ടുള്ള പോർഷനിലാണ് അതിന്റെ മെറ്റീരിയൽസ് ഇരിക്കുന്നത്. ആ മെറ്റീരിയൽസിലല്ല ഒരു ഹോളോ സ്ഫിയറിന്റെ ഈ സെന്റർ ഓഫ് മാസ് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ സെന്റർ ഓഫ് മാസ് ഈസ് ലൈങ് ഔട്ട്സൈഡ് ദ ബോഡി. അതുപോലെ സിലിണ്ടർ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ ആക്സിസിന്റെ സെന്റർ തന്നെയായിരിക്കും സെന്റർ ഓഫ് മാസ്. പക്ഷേ അതിന്റെ മെറ്റീരിയൽസ് കംപ്ലീറ്റ് വെളിയിലായതുകൊണ്ട്, സെന്റർ ഓഫ് മാസിന് വെളിയിലായതുകൊണ്ട് ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ബോഡിക്കുള്ളിലാന്ന് പറയാൻ പറ്റില്ല. ബോഡി ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ എവിടെയാണ് ഇരിക്കുന്നത്, അതാണ് ബോഡി ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തില് ഹോളോ സിലിണ്ടറും ഹോളോ സ്ഫിയറും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സെന്റർ ഓഫ് മാസ് ലൈസ് ഔട്ട്സൈഡ് ദ ബോഡി എന്ന് പറയാൻ പറ്റും. റിങ്ങിന്റെ കേസിലാണെങ്കിൽ വ്യക്തമായിട്ടും അങ്ങനെ നമുക്ക് മനസ്സിലാകും. റിങ് ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കും. റിങ് ഫോം ചെയ്യുന്ന രണ്ട് സർക്കിൾസ് കൊണ്ടാണ്. അപ്പോൾ ആ രണ്ട് സർക്കിൾസിന്റെ കോമൺ സെന്റർ, അതാണ് സെന്റർ ഓഫ് മാസ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ലൈങ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഒബ്ജക്ട്. ആ ഒബ്ജക്റ്റിന്റെ ബോഡിക്ക് വെളിയിൽ ആണ് സെന്റർ ഓഫ് മാസ് ലൈ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ക്യൂബ് എടുക്കുകയാണെങ്കിൽ ക്യൂബിന്റെ കേസിലും അത് ഒരു ഹോളോ ക്യൂബാണ്, ഒരു ക്യൂബിക്കൽ ബോക്സ് ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഒത്ത സെന്ററിലായിരിക്കും. ആ കേസിൽ ബോക്സിന്റെ ഉള്ളിലാണ് സെന്റർ ഓഫ് മാസ് നമ്മൾ പറയുമെങ്കിലും ഇവിടെ സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ സെന്റർ ഓഫ് മാസ് ഈസ് ലൈങ് ഔട്ട്സൈഡ് ദ ബോഡി എന്ന് പറയും. കാരണം അതിന്റെ മെറ്റീരിയലിന് വെളിയിലാണ് സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. In the HCl molecule, the separation between the nuclei of the two atoms is about 1.27 angstrom. 1 angstrom equals 10 raised to minus 10 meter. Find the approximate location of the center of mass of the molecule, given that a chlorine atom is about 35.5 times as massive as a hydrogen atom, and nearly all the mass of an atom is concentrated in its nucleus. ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്ക് ആ സിറ്റുവേഷൻ കാണിക്കുന്ന ഒരു ഫിഗർ വരയ്ക്കാം. ഫിഗർ നോക്കാം. MH എന്ന് പറയുന്ന ഹൈഡ്രജന്റെ ആറ്റമാണ്, ആറ്റത്തിന്റെ മാസ്. അതുപോലെ MCl ക്ലോറിന്റെ ആറ്റത്തിന്റെ മാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. രണ്ടിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.27 ആങ്സ്റ്റം. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെന്റർ ഓഫ് മാസ് ഹൈറ്റ് എന്ന എക്സ് എന്ന ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കാം. അതവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ സെന്റർ ഓഫ് മാസ് എത്ര അകലെയായിരിക്കും? ക്ലോറിൻ ആറ്റം അത് 1.27 മൈനസ് എക്സ് ആങ്സ്റ്റം ആയിരിക്കും. നമുക്കറിയാം ഏത് ഓബ്ജക്റ്റും അതിന്റെ സെന്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുന്നു. അതിന്റെ മെറ്റീരിയൽസ് സെന്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ രണ്ട് ആറ്റംസ്
സെൻട്രൽ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ടേണിംഗ് എഫക്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ the moments of the two masses about the center of mass will be equal and opposite. അപ്പോൾ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഈക്വേറ്റ് ചെയ്യാം. മൊമെന്റ് ഓഫ് mass of hydrogen atom about the center of mass is clearly mh into x, and this is equal to എന്തായിരിക്കും mcl into ക്ലോറിന്റെ ഡിസ്റ്റൻസ് 1.27 മൈനസ് എക്സ്. ആങ്സ്ട്രോം യൂണിറ്റ് തന്നെ രണ്ടും നമുക്ക് എടുക്കാം, കാരണം രണ്ട് സൈഡിലും വരുന്നുണ്ടത്. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, mcl ഡിവൈഡഡ് ബൈ mh ഇൻറ്റു 1.27 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇതിൽ mcl ബൈ mh കൊടുത്തിട്ടുണ്ട് 35.5 ആണത്. So that into 1.27 minus x എന്ന് കിട്ടും. So we get this as എന്താ കിട്ടുക, 35.5 into 1.27 minus 35.5x എന്ന് കിട്ടും. So minus 35.5x ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 35.5 x plus x equals 35.5 into 1.27 കിട്ടും. Therefore, this is 36.5x. That's equal to 35.5 into 1.27. Therefore, x is equal to 35.5 into 1.27 divided by 36.5. This when calculated we will get 1.24 angstrom units. ഇത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ആങ്സ്ട്രോം യൂണിറ്റ് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ പൊസിഷൻ ഓഫ് ദ സെൻട്രൽ ഓഫ് മാസ് ഈസ് 1.24 angstrom units away from the hydrogen atom. Okay, a child sits stationary at one end of a long trolley moving uniformly with a speed capital V on a smooth horizontal floor. If the child gets up and runs about on the trolley in any manner, what is the speed of the center of mass of the trolley plus child system? സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരു ട്രോളിയുടെ ഒരു സൈഡിൽ ഒരു എൻഡിൽ ഇരിക്കുകയായിരുന്നു കുട്ടി. അപ്പോൾ ട്രോളി മൂവ് ചെയ്യുന്നത് v എന്ന സ്പീഡിലായിരുന്നു ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ഫ്ലോർ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെ ട്രോളി മൂവ് ചെയ്യായിരുന്നു. ഇഫ് ദ ചൈൽഡ് ഗെറ്റ്സ് അപ്പ് ആൻഡ് റൺസ് അബൌട്ട് ഓൺ ദ ട്രോളി ഇൻ എനി മാനർ, എന്തെല്ലാം രീതിയിൽ ഏതൊക്കെ രീതിയിൽ ആ ട്രോളിയിൽ കുട്ടി ഓടുകയും ചാടുകയും ഒക്കെ ചെയ്താലും എന്താണ് സ്പീഡ് ഓഫ് ദ സെൻട്രൽ ഓഫ് മാസ് എന്ന ചോദ്യം. അപ്പോൾ കുട്ടിയുടെ ഓട്ടത്തിന്റെ സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന്റെ കാര്യം തന്നെ നമുക്ക് ഇവിടെ വ്യക്തമാണ്. കാരണം ട്രോളി ചൈൽഡ് സിസ്റ്റം എന്ന് പറയുന്നത് ആ കുട്ടി എങ്ങനെ ഓടിയാലും എങ്ങനെ ചാടിയാലും ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റത്തിന് മാറ്റം വരത്തില്ല. എന്തുകൊണ്ടാണ്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ദാറ്റ് മീൻസ് ദ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ച് only if an external force acts on the system. ഇവിടെ കുട്ടി പ്രയോഗിക്കുന്ന ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സ് ആണ്. അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് ആയ ട്രോളി കുട്ടിയുടെ മേൽ പ്രയോഗിക്കുന്ന ഫോഴ്സും ഇന്റേണൽ ഫോഴ്സ് ആണ്. ഈ ഇന്റേണൽ ഫോഴ്സസ് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. There is no net external force acting on the system consisting of the trolley and the child. Hence the total momentum of the trolley and the child remains the same. മാസിന് മാറ്റം നമുക്കറിയാം. മൊമെന്റം റിമെയിൻസ് സെയിം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മാസിന്റെ സ്പീഡ് അല്ലെങ്കിൽ മാസിന്റെ വെലോസിറ്റി റിമെയിൻസ് ദ സെയിം. അപ്പോൾ മാസിന്റെ വെലോസിറ്റി റിമെയിൻസ് ദ സെയിം എന്നുള്ളത് കൊണ്ട് സ്പീഡ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ട്രോളി റിമെയിൻസ് ദ സെയിം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് മീൻസ് the speed of the center of mass of the trolley is v itself. Okay, show that the area of the triangle contained between the vectors small a vector and small b vector is 1/2 of the magnitude of small a vector cross small b vector. അതാണ് സ്ഥാപിക്കേണ്ടത്. അതായത് രണ്ട് വെക്ടേഴ്സ് എ വെക്ടറും ബി വെക്ടറും കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അത് തെളിയിക്കാനായിട്ട് നമുക്ക്
അതിന് പറ്റിയൊരു ഫിഗർ വരയ്ക്കാം. അതിൽ ഒ എ എന്ന് പറയുന്നത് സ്മോൾ എ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒ ബി എന്ന് പറയുന്നത് സ്മോൾ ബി വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB. OAB എന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് ഹാഫ് OA ഇൻറ്റു അവിടെ ഫിഗറിൽ ബി എന്ന് പെർപെൻഡിക്കുലർ വരച്ച് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ OA ഇൻറ്റു എച്ച് എന്ന് പറയാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു OA എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്മോൾ എ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് എന്താണ്? ബി സൈൻ തീറ്റ ആണ്. ദിസ് ഇസ് ബി സൈൻ തീറ്റ. അതിന്റെ റീസൺ എഴുതാം. ഫ്രം ഫിഗർ സൈൻ തീറ്റ ഈക്വൽസ് എച്ച് ഡിവൈഡഡ് ബൈ OB or h divided by small b. So this is equal to half into AB sin theta means it is modulus of A vector cross B vector. So area of the triangle is equal to half the modulus of A vector cross B vector. Okay. Show that small a vector dot B vector cross C vector is equal in magnitude to the volume of the parallel pipe formed on the three vectors A vector, B vector and C vector. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കേണ്ടി വരും. ആ ഫിഗറിൽ OBDC ബേസ് ആയിട്ടുള്ള അതൊരു പാരലലോഗ്രമാണ്. ഒരു പാരലൽ പൈപ്പ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡ്സ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ്സ് A വെക്ടർ, B വെക്ടർ, C വെക്ടർ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് A വെക്ടർ ഡോട്ട് B വെക്ടർ ക്രോസ് C വെക്ടർ എന്നത് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് A വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് B വെക്ടർ ക്രോസ് C വെക്ടർ ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു. അവിടെ ഫിഗറിൽ നോക്കി അറിയാൻ പറ്റും B വെക്ടർ ക്രോസ് C വെക്ടർ എന്ന് പറയുന്നത് നേരെ മുകളിലേക്കുള്ള ഒരു വെക്ടറാണ്. കാരണം മുകളിൽ നോക്കുമ്പോഴാണ് B to C റൊട്ടേഷൻ ത്രൂ ദ സ്മോളസ്റ്റ് ആംഗിൾ അപ്പിയേഴ്സ് ആന്റി ക്ലോക്ക്വൈസ്. അതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ OBDC, ദ പ്ലെയിൻ കണ്ടെയ്നിങ് B വെക്ടർ ആൻഡ് C വെക്ടർ. ഏത് സൈഡിലേക്കായിരിക്കും? ടുവേഴ്സ് ദാറ്റ് സൈഡ് ഓഫ് ദ പ്ലെയിൻ ഫ്രം വിച്ച് ദ റൊട്ടേഷൻ B to C അപ്പിയേഴ്സ് ആന്റി ക്ലോക്ക്വൈസ്. അത് മുകളിൽ നോക്കുമ്പോൾ ആന്റി ക്ലോക്ക്വൈസ് ആണ്. മുകളിലേക്കാണ് B vector cross C vector ഡയറക്ഷൻ. അവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഡയറക്ഷൻ ഓഫ് B vector cross C vector ഇസ് അപ്വേർഡ്. അപ്പൊ അതുകൊണ്ട് ആ അപ്വേർഡ് ഡയറക്ഷനും A വെക്ടർ എന്ന് പറയുന്ന വെക്ടർ, അതായത് OA എന്ന ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്മോൾ a വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് അവിടെ വരുന്നത് കോസ് ഓഫ് ദ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഫിഗറിൽ തീറ്റ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇനി ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മോഡുലസ് ഓഫ് A വെക്ടറിന്റെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് A കോസ് തീറ്റ എന്ന് എഴുതാം. മോഡുലസ് ഓഫ് A വെക്ടർ മീൻസ് A. Now modulus of B vector cross C vector എന്ന് പറഞ്ഞാൽ എന്താണ്? B vector C vector is the vector area OBDC. OBDC എന്ന് പറയുന്നത് പാരലലോഗ്രത്തിന്റെ ഏരിയ ആണ്, വെക്ടർ ഏരിയ ആണ് B vector cross C vector. അപ്പൊ അതുകൊണ്ട് അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ OBDC എന്ന് പറയുന്ന ബേസ് ഏരിയ ആണ്. That means this into B vector cross C vector മോഡുലസ് എന്താണ്? It is area OBDC. A cos theta എന്താണ്? A cos theta is the height of the parallel pipe. വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിന്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ എന്താണ്? ON എന്ന് പറയുന്ന ഹൈറ്റ്. ON എന്ന ഹൈറ്റ് നമ്മളിവിടെ h എന്ന് കൊടുത്തിട്ടുണ്ട്, സ്മോൾ h. സോ A cos theta മീൻസ് h ഇൻറ്റു ഏരിയ OBDC എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ദ ബേസ് ആണ്, ബേസ് ഏരിയ. h ഇൻറ്റു ബേസ് ഏരിയ. ദാറ്റ് മീൻസ് height into base area. Height into base area എന്ന് പറയുന്നത് എന്താണ്? It is equal to volume of the parallel pipe. Okay. Find the components along the x, y, z axis of the angular momentum L of a particle whose position vector is a small r vector
with components x, y, z and momentum is p vector with components px, py and pz. Show that if the particle moves only in the xy plane, the angular momentum has only a z component. ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതാം. പൊസിഷൻ വെക്ടർ r vector is equal to x I cap plus y j cap plus z k cap, and the linear momentum p vector equals px into I cap plus py into j cap plus pz into k cap. നമുക്ക് ആംഗുലർ മൊമെന്റം ആദ്യം കണ്ടുപിടിക്കണം. ആംഗുലർ മൊമെന്റം L വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? L വെക്ടർ ഈക്വൽസ് Lx into I cap plus Ly into j cap plus Lz into k cap. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ അത് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? We have the expression L vector equals R vector cross P vector. R vector cross P vector എന്ന് പറഞ്ഞാൽ എന്താണ്? Equals determinant I cap, j cap, k cap, x, y, z, then px, py, pz. This is equal to I cap into y into pz minus z into py, z into py minus j cap into x into pz minus z into px plus k cap into x into py minus y into px. Comparing this with the equation 1, from 1 and 2 we see that the components of angular momentum are Lx equals ypz minus zpy, Ly equals minus ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് zpx minus xpz, then Lz equals xpy minus ypx. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. x കമ്പോണന്റ്, y കമ്പോണന്റ് and z component. ഇതിൽ ചോദിച്ചു show that if the particle moves only in the xy plane, the angular momentum has only a z component. If the particle moves in the xy plane, then we have z equals 0 and pz equals 0. ആ കേസിൽ അങ്ങനെ ആയിരിക്കും. Then ഈ കേസിൽ വരുന്നുണ്ട് if z equals 0 and pz equals 0, xy plane മൂവ് ചെയ്യുമ്പോൾ അതായിരിക്കും കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ then the terms then Lx equals 0, Ly equals 0 and Lz equals xpy minus ypx. So it has only the z components. If the particle moves in the xy plane, it has only z component for the angular momentum. Okay. Two particles, each of mass small m and speed small v, travel in opposite directions along parallel lines separated by a distance small d. Show that the angular momentum vector of the two particle system is the same whatever be the point about which the angular momentum is taken. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾസ് they are moving with the same speed v in opposite directions along parallel straight lines. ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്ന ഫിഗർ നമുക്ക് വരയ്ക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഈ രണ്ട് പാർട്ടിക്കിൾസും മൂവ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് എക്സ് വൈ പ്ലെയിനിലായിട്ടാണ്. അപ്പോൾ എക്സ് ആക്സിന് പാരലായിട്ട് ആണ് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉള്ളത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദ ടു പാർട്ടിക്കിൾസ് ആർ അറ്റ് ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി അറ്റ് എനി ഇൻസ്റ്റൻസ്. ഇപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ഫസ്റ്റ് പാർട്ടിക്കിൾ എന്ന് സങ്കല്പിക്കുക. അതിന്റെ പൊസിഷൻ വെക്ടർ r1 വെക്ടർ വിത്ത് റെസ്പെക്ട് ടു എനി പോയിന്റ് ഇൻ സ്പേസ് എ എന്ന് പറയുന്ന ആർബിട്രറി പോയിന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
അതുമായിട്ട് ബന്ധിപ്പിച്ച് അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് R1 വെക്ടർ ആണ്. ആ ഒരു പൊസിഷൻ വെക്ടറുള്ള പോയിന്റ് ആണ് ബി. ആ ബിയിലായിരിക്കുമ്പോൾ അതിന്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് P1 വെക്ടർ ആണ്. ഇറ്റ് ഈസ് മൈനസ് എം വി ഇൻറ്റു ഐ ക്യാപ്. കാരണം അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ്, ലെഫ്റ്റിലേക്ക് എൻ്റെ ആരോ കാണിച്ചിട്ടുണ്ട്. അതേ സമയത്ത് രണ്ടാമത്തെ പാർട്ടിക്കിള് സി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്നു. അതേ മാസമുള്ളത് തന്നെയാണ്, അതേ സ്പീഡാണുള്ളത്. അപ്പോൾ അതിന്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് P2 ഈക്വൽസ് എം ഇ ഇൻറ്റു ഐ ക്യാപ് ആണ്. പോസിറ്റീവ് എക്സ് ആക്സിസ് ഡയറക്ഷനിലാണ്. അതിന്റെ പൊസിഷൻ വെക്ടർ വിത്ത് റിസ്പെക്ട് സെയിം ആർബിട്രറി പോയിന്റ് ഈസ് R2 വെക്ടർ. അതാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് പാരലൈൻസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് സ്മോൾ ഡി. നമ്മൾ ഇതിന്റെ ഈ സിസ്റ്റത്തിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പോകുന്നു. ആ ആംഗുലർ മൊമെന്റം എന്താണെന്ന് കാണിക്കണം. അതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ ആർബിട്രറി പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെങ്കിലും ശരി അതൊരു കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ലീനിയർ മൊമെന്റം P1 വെക്ടർ എന്ന് പറയുന്നത് എഴുതാം. അതെന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എം വി ഇൻറ്റു ഐ ക്യാപ്. അതുപോലെ P2 വെക്ടർ എന്താണ്? അത് റൈറ്റിലേക്ക് ആയതുകൊണ്ട് പ്ലസ് എം വി ഇൻറ്റു ഐ ക്യാപ് ആണ്. R1 വെക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ്. R2 വെക്ടർ സെക്കൻഡ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ പറ്റും? ആംഗുലർ മൊമെന്റം എൽ വെക്ടർ ഈക്വൽസ് L1 വെക്ടർ പ്ലസ് L2 വെക്ടർ ആണ്. L1 വെക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം. എന്താണ്? മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ്. ദാറ്റ് മീൻസ് R1 വെക്ടർ ക്രോസ് മൈനസ് എം വി ഐ ക്യാപ്. ഇതാണ് ഒന്നാമത്തെ ആംഗുലർ മൊമെന്റം. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം എന്തായിരിക്കും? ഇതുപോലെ തന്നെ പറയാം. R2 വെക്ടർ ക്രോസ് എം വി ഇൻറ്റു ഐ ക്യാപ് എന്ന് പറയും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് R1 വെക്ടർ പ്ലസ് R2 വെക്ടർ ക്രോസ് എം വി ഇൻറ്റു ഐ ക്യാപ്. This is equal to R2 vector minus R1 vector cross I cap into MV. ഇത് റിലേഷൻ 1 ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഫിഗറിൽ നിന്ന് നമുക്ക് R2 വെക്ടർ മൈനസ് R1 വെക്ടർ എഴുതാം. R2 വെക്ടർ മൈനസ് R1 വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് C വിത്ത് റെസ്പെക്ട് ടു A മൈനസ് എന്താണ്? മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. എന്ന് പറയുന്ന പോയിന്റ് അത് എവിടെയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട പൊസിഷൻ വെക്ടർ നമ്മൾ എഴുതുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? അതിന്റെ മീനിങ് ദിസ് ഈസ് ബി സി വെക്ടർ. ബി സി വെക്ടർ മീൻസ് ഫിഗറിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ബി ഡി വെക്ടർ പ്ലസ് ഡി സി വെക്ടർ. ബി ഡി വെക്ടർ പ്ലസ് ഡി സി വെക്ടർ. ബി ഡി വെക്ടർ എന്താണ്? ബി ഡി വെക്ടർ എന്ന് പറയുന്നത് y ആക്സിന് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അതിന്റെ ലെങ്ത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്മോൾ ഡി ആയിട്ട് എടുക്കാം. അപ്പൊ അതുകൊണ്ട് ബി ഡി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു അതിന്റെ മോഡുലസ് സ്മോൾ ഡി ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇൻ ദ നെഗറ്റീവ് y ഡയറക്ഷൻ. ദാറ്റ് മീൻസ് മൈനസ് ജെ ക്യാപ് പ്ലസ് ഡി സി വെക്ടർ റൈറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ഡി സി എന്ന് പറയുന്ന ലെങ്ത് എടുക്കാം ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, എക്സ് ആക്സിന്റെ വലത്തേ ഭാഗത്തേക്കുള്ള ഡയറക്ഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു ഡി സി ഐ ക്യാപ്പ് മൈനസ് ഡി ജെ ക്യാപ്പ്. Substituting this in equation 1, 1 becomes L vector, the angular momentum of the system equals dc I cap minus dj cap cross I cap into mv. This is equal to, ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? I cross I എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. മൈനസ് j cap cross I cap. അതെന്തായിരിക്കും? ഡി ഇൻറ്റു എം വി. അപ്പോൾ സോ ദിസ് ഈസ് ഈക്വൽ ടു 0, ദെൻ മൈനസ് ഡി എം വി ഇൻറ്റു ജെ ക്രോസ് ഐ. ജെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കെ ക്യാപ്പ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എം വി ഡി, ഓർ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എം വി ഡി ഇൻറ്റു ജെ ക്രോസ് ഐ മീൻസ് minus k cap.
So this is equal to MVD into K cap. ഇതാണ് നമുക്ക് കിട്ടുന്ന ആംഗുലർ മോമെന്റത്തിന്റെ വാല്യൂ. ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പോയിന്റ് എ. എയുടെ പൊസിഷൻ എവിടെയാണെങ്കിലും ശരി ഈ ആംഗുലർ മോമെന്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് MVD ആണ്. ഡിക്ക് മാറ്റമില്ല, വി അതിന് മാറ്റമില്ല, എമ്മിന് മാറ്റമില്ല, കെ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ എന്താ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ അതിന് മാറ്റമില്ല. സോ ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് വാല്യൂ വിച്ച് ഈസ് independent of capital A. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. The angular momentum of the two particle system is a constant about any point in space. A എന്ന് പറയുന്ന പോയിന്റ് ഒരു ആർബിട്രറി പോയിന്റ് ആണ്. അത് സ്പേസിൽ എവിടെയും ആകാം. ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് XY പ്ലെയിനിലാണ്, അഥവാ അവ മൂവ് ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ നമ്മൾ XY പ്ലെയിനായിട്ട് ഇവിടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിലുള്ള മെത്തേഡ് നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്ത അത്രയും വെക്ടർ നോട്ടേഷൻസ് യൂസ് ചെയ്യാതെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫിഗറിൽ D എന്നും E എന്നും ഉള്ള പോയിന്റ്സിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യുന്ന പാർട്ടുകൾ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ലീനിയർ മൊമെന്റം P1 = mv ആണ്. ഇയിലെ പാർട്ടുകൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ ഡിയില് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടുകളിലെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് P2 = mv ആണ്. അത് രണ്ട് മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ആണ്. ഇനി ആംഗുലർ മൊമെന്റം ഓഫ് ദ ടു പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലർ മൊമെന്റം ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ L1 വെക്ടർ പ്ലസ് ആംഗുലർ മൊമെന്റം ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ L2 വെക്ടർ. ദിസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പാർട്ടിക്കിൾ ഫിഗറിൽ R1 ഡിസ്റ്റൻസിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ പാർട്ടിക്കിളിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ AB എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് മൊമെന്റം എന്ന് പറഞ്ഞാൽ P1 എന്നുള്ളതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം ആയി L1ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സ് ഓഫ് റൊട്ടേഷൻ ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ദാറ്റ് മീൻസ് P1ന്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. ആ ഒരു ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ AB ഇൻറ്റു P1 അതിന്റെ മോഡുലസ് എടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ ഫസ്റ്റ് പാർട്ടിക്കിൾ ആകും. അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? A ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മൊമെന്റത്തിന്റെ ടേണിംഗ് എഫക്ട് എടുക്കുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആണ്. AB എന്ന് പറയുന്ന ഡയറക്ഷൻ പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് B എന്ന ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുന്നത് എടുക്കുന്നത് ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് ദിസ് ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദിസ് ഇൻറ്റു മൈനസ് കെ ക്യാപ്പ് എന്ന് പറയുന്നതാണ് L1 എന്ന് പറയുന്നത്. പ്ലസ് L2 എന്തായിരിക്കും? ഇതുപോലെ തന്നെ പറയാൻ പറ്റും. L2 എന്ന് പറയുന്നത് P2ന്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ AC ആണ്. അതുകൊണ്ട് ആ ACയുടെ ലെങ്ത് ഇൻറ്റു ലീനിയർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് P2 ദെൻ ഇൻറ്റു അതിന്റെ ഡയറക്ഷൻ തരുന്ന യൂണിറ്റ് വെക്ടർ. അവിടെ ടേണിംഗ് എടുത്തു കഴിഞ്ഞാൽ AC പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നതിന്റെ മുകളിലേക്കാണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന DC എന്ന ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് AC എന്ന ഡയറക്ഷനിൽ നിന്ന് DC ഡയറക്ഷനിലേക്ക് റൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വരുന്നതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സ് ആയിട്ട് എടുക്കണം. സോ ദിസ് ഇൻറ്റു കെ ക്യാപ്പ് ആണ്. നൗ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ കോമൺ ഫാക്ടർ നമുക്ക് വെളിയിലെടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മൈനസ് എ ബി ഇൻറ്റു P1 പ്ലസ് AC ഇൻറ്റു P2 ഇൻറ്റു കെ ക്യാപ്പ് ഈക്വൽസ് P1 P2ന്റെ വാല്യൂ സെയിം തന്നെയാണ്. ദാറ്റ്സ് ഈക്വൽ ടു AB ഇൻറ്റു MV പ്ലസ് AC ഇൻറ്റു MV ഇൻറ്റു കെ ക്യാപ്പ്. ദാറ്റ് മീൻസ് AC മൈനസ് AB ഇൻറ്റു MV ഇൻറ്റു കെ ക്യാപ്പ്. AC മൈനസ് AB ഫിഗറിൽ നമുക്ക് കിട്ടും. AC മൈനസ് AB എന്താണ്? ഇറ്റ് ഈസ് BC ഓർ D. So this is equal to D into MV into K cap, or this is MVD. ഇതാണ്
vector angular momentum of the two particle system. This is independent of capital A. Capital A യുടെ പൊസിഷൻ എവിടെയാണെങ്കിലും ശരി ഇത് ഈ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. അങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും. The angular momentum of the two particle system is independent of the position of the point about which the angular momentum is taken. Okay.